ഈ കടുത്ത വേനൽച്ചൂടിൽ അംഗനവാടി കുട്ടികൾക്ക് അവധി നൽകാത്തത് ഗുരുതര പ്രശ്നമായി ഉയരുന്നു. ചെറുപ്രായക്കാരായ കുട്ടികൾക്ക് അത്യധികം ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാകുന്ന സാഹചര്യത്തിൽ അംഗനവാടികൾ സാധാരണ പോലെ പ്രവർത്തിക്കുന്നത് രക്ഷിതാക്കളിലും നാട്ടുകാരിലും ആശങ്ക സൃഷ്ടിക്കുകയാണ്. പല പ്രദേശങ്ങളിലും താപനില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. മതിയായ വായുസഞ്ചാരമോ തണുപ്പിക്കൽ സൗകര്യങ്ങളോ ഇല്ലാത്ത അംഗനവാടികളിൽ കുട്ടികൾക്ക് ഇരിക്കേണ്ടി വരുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ദാഹം, ക്ഷീണം, ചൂടുപിടുത്തം തുടങ്ങിയ പ്രശ്നങ്ങൾ കുട്ടികളിൽ കൂടുതലായി കാണപ്പെടുന്നുവെന്ന പരാതികളും ഉയരുന്നുണ്ട്. സ്കൂളുകൾക്ക് വേനലവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അംഗനവാടികൾക്കും അതേ രീതിയിൽ പരിഗണന നൽകണമെന്നാണ് പൊതുവായ ആവശ്യം. ചെറുപ്രായത്തിലെ കുട്ടികളുടെ ആരോഗ്യവും സുരക്ഷയും മുൻനിർത്തി അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിച്ച് അവധി പ്രഖ്യാപിക്കുകയോ പ്രവർത്തന സമയം ക്രമീകരിക്കുകയോ ചെയ്യണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും അംഗനവാടിയിൽ കുട്ടികളെ ഇരുത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്. സർക്കാരൊക്കെ നിർദ്ദേശിച്ചതുപോലെ 11 മണി മുതൽ 3 മണി വരെയുള്ള ടൈം നമുക്ക് വളരെയധികം ചൂട് കൂടുതലുള്ളൊരു സമയമാണിപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ അംഗൻവാടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ കുറച്ച് വെള്ളത്തിന് പ്രയാസമാണ്. ഇനി ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കിട്ടാത്തൊരവസ്ഥ വല്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ജലവിതരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെള്ളം ഇറക്കി തന്നു. പക്ഷേ നമുക്ക് കുട്ടികൾക്ക് നല്ല ശുദ്ധജലം കൊടുക്കാനുള്ള സംവിധാനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ ഇത്രയും ചൂട് കൂടിയ സമയത്ത് നമുക്കത് കുറച്ച് പ്രയാസമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഇത്രയും ചൂടുള്ള സമയത്ത് കുട്ടികൾക്കൊരു അവധിയൊക്കെ പ്രഖ്യാപിക്കേണ്ടതാണ് സർക്കാർ. മുൻ വർഷങ്ങളിലൊക്കെ വളരെ ചൂടുള്ള സമയത്തൊക്കെ കുട്ടികൾക്ക് ലീവ് പ്രഖ്യാപിച്ചുകൊണ്ട് കുട്ടികളെ ഇരുത്താതെ കുട്ടികളെ വീട്ടിൽ തന്നെ ഇരുത്തിക്കൊണ്ട് ഞങ്ങൾ ജീവനക്കാർ അംഗൻവാടിയിൽ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവിടെ ഇവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആഴ്ചയൊരിക്കൽ ഇവർക്ക് റോ ഫുഡായിട്ട് വീട്ടിൽ കൊടുത്തു വിടുന്ന സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതുവരെ സർക്കാർ കുട്ടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ലീവിൻ്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് വളരെ പ്രയാസമാണ്. ഞങ്ങൾക്കിപ്പോൾ ഈ 2 ഫാനൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ പുറത്തൊന്നും കുട്ടികളെ വിടാതെ ഇതിനുള്ളിൽ തന്നെ ഇരുത്തി അത്യാവശ്യം നല്ല പാനീയങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ജ്യൂസൊക്കെ അടിച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ കൊടുത്ത് വലിയ ചൂടിൻ്റെ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ കുട്ടികളെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇതുവരെ കുട്ടികൾക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ആ രീതിയിൽ കുട്ടികളെ നോക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ഈ ചൂട് അറിയത്തില്ല, എന്താ പറയുക, ചൂടിനെ പ്രതിരോധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് നല്ല ശുദ്ധജലം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജ്യൂസ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അത്ര ഒരു പ്രയാസം ഉണ്ടാകുന്നില്ല. പക്ഷേ വെള്ളത്തിന് ഇപ്പോൾ എല്ലാ ഭാഗത്തും പൊതുവിൽ അംഗൻവാടി പ്രശ്നങ്ങളെന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും വെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേനൽ അവധി എങ്ങനെയാണേലും ഈ ഒരു കുറച്ച് ദിവസത്തേക്ക് മഴ പെയ്യുന്നുള്ളൂ. നല്ല കനത്ത് 2 മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതുവരെ കുട്ടികൾക്ക് അവധി കൊടുക്കണം, ഇല്ലെങ്കിൽ വളരെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ മാത്രമല്ല, നമ്മുടെ പഞ്ചായത്തിലുടനീളം പല അംഗൻവാടികളിലും കുട്ടികളും ജീവനക്കാരൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇവിടെ അനുഭവപ്പെടുന്നത്. കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളൊന്നും ഇത്ര പ്രശ്നമില്ലായിരുന്നു. മഴ നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ടൊക്കെ നമുക്ക് പ്രയാസമില്ലായിരുന്നു. പക്ഷെ ഇപ്പം മഴ വന്നിട്ടില്ല. തന്നെയല്ല, കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ കൂടുതൽ ചൂടാണ് ഇപ്പോൾ ഉള്ളത്. ആ ചൂട് കൂടിയ ഒരു സാഹചര്യത്തിൽ വെള്ളം കിണറ്റുകളിലൊക്കെ താഴോട്ട് പോയി വറ്റി വരണ്ടിട്ടുണ്ട്. വെള്ളം കിട്ടാനുള്ള പ്രയാസമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അംഗൻവാടി കുട്ടികൾക്കൊക്കെ വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ വളരെ ചൂട് കൂടിയതുകൊണ്ട് നമുക്ക് പല അംഗൻവാടി കുട്ടികളും ഒരുപാട് ദൂരെ നിന്നൊക്കെ നമുക്ക് കുട്ടികൾ അംഗൻവാടിയിൽ എത്താറുണ്ട്. അപ്പോൾ ഒത്തിരി ദൂരം നടന്നു വരുന്ന കുട്ടികളൊക്കെ ഈ ചൂട് വളരെ കൂടുതലായതുകൊണ്ട് അംഗൻവാടിയിൽ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ഇവിടെ തന്നെ ആണെങ്കിലും പല കുട്ടികളെയും വണ്ടിക്കാണ് കൊണ്ടുവിടുന്നത്. വാഹനങ്ങളിൽ കൊണ്ടുവന്ന് ഇവിടെ ആക്കുന്നു, വൈകുന്നേരം കൂട്ടിയിട്ട് പോകുന്നു. മറ്റു ആളുകൾ പറയുന്ന വീട്ടിൽ ഇരുന്നാലും കുട്ടികൾ വെയിലത്തിറങ്ങി കളിക്കും, അതുകൊണ്ട് അംഗൻവാടിയിൽ വിടുന്നത് നല്ലതാണ് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. പൊതുവിൽ എല്ലായിടത്തും ഈ ഒരു ചൂടിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് പല അംഗൻവാടിയിലും കുട്ടികൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഇവിടെ 21 കുട്ടികളുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ ഇത്രയും 8-9 പിള്ളേരെ ഇന്നിവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ചൂട് മൊത്തത്തിൽ ഞങ്ങളുടെ കുട്ടികളെയും സ്ഥാപനത്തെയും ജനങ്ങളെ മൊത്തത്തിൽ ഒരു ബാധിച്ചിരിക്കുന്നൊരവസ്ഥയാണിത്. വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടും ഒക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് 21 കുട്ടികളുണ്ട്. 21 കുട്ടികളിൽ ശരാശരി ഒരു 17-18 വരുന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞങ്ങൾക്ക് 8, 9, 10 വരുന്നുള്ളൂ കുട്ടികൾ. നിലവിൽ സ്കൂളുകൾക്ക് വേനലവധി പ്രഖ്യാപിക്കുന്ന രീതിയിൽ അംഗനവാടികൾക്ക് അവധി പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും കുട്ടികളെ കടുത്ത ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ ആവശ്യമായ മുൻകരുതലും സൗകര്യങ്ങളും എത്രയും പെട്ടെന്ന് ഒരുക്കേണ്ടത് അനിവാര്യമാണ്. ഇതിന് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനെറ്റ്.